ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. 6 പതിറ്റാണ്ടിലേറെ നീണ്ട പോരാട്ട വീര്യത്തിന്റെ കനലണച്ച് എം വി രാഘവൻ യാത്രയായി. MVRന് ജില്ലാ വാർത്തകളുടെ ആദരാഞ്ജലികൾ. പ്രധാന വാർത്തകളിലേക്ക്. മദ്യനയം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ദുർബലമാക്കുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. സുധീരന്റെ ജനപക്ഷയാത്ര കോഴിക്കോട്ട് പര്യടനം ആരംഭിച്ചു. CBIയെ കൂട്ടിലടച്ച തത്തയാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുൻ UPA സർക്കാരിനാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ. ബാർ കോഴ വിവാദത്തിൽ BJP പ്രക്ഷോഭം ശക്തമാക്കുന്നു. മാധ്യമലോകത്തേക്ക് കുഞ്ഞു മാധ്യമ പ്രവർത്തകർ. കോർപ്പറേഷൻ വാർത്തകളുമായി ശുഭവാർത്തയുടെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങി. വാർത്തകൾ വിശദമായി. മദ്യനയം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ദുർബലമാക്കുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് DCCയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യനയം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ദുർബലമാക്കുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും ഒരു ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഇത് ഉണ്ടാവരുതെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് കോഴിക്കോട് DCCയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക കാരണങ്ങൾക്കല്ല, ജനനന്മയ്ക്കാണ് പരിഗണന നൽകേണ്ടത്. അതിനാൽ ഏത് പ്രതിസന്ധികളെയും മറികടന്ന് മദ്യനയം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മദ്യനയം ജനഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയെടുത്ത തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിന്റെ നയം ആവിഷ്കരിക്കുക എന്നുള്ളത് സർക്കാരിന്റെ അധികാര അതിർത്തിയിൽപ്പെട്ടതാണ്. ആ നയം ആവിഷ്കരിച്ച് സർക്കാരിന്റെ അധികാര അതിർത്തി നിന്നുകൊണ്ട് നയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സാങ്കേതിക കാരണങ്ങളാൽ ആ നയം ദുർബലമാകുന്ന, അത് അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഭരണഘടനാപരമായ ഒരു ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ് വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന. KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ, ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, MK രാഘവൻ MP, VD സതീശൻ MLA, DCC പ്രസിഡന്റ് KC അബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബാലുശ്ശേരി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച പര്യടനം പൂർത്തിയാക്കി. ചൊവ്വാഴ്ച കൊയിലാണ്ടി, കക്കോടി, ഫറോക്ക് ചുങ്കം എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി വൈകുന്നേരം മുതലക്കുളത്ത് സമാപിക്കും. ജില്ലയിലെ സമാപന യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. CBIയെ കൂട്ടിലടച്ച തത്തയാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുൻ UPA സർക്കാരിനാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ. ബാർക്കോഴ വിവാദത്തിൽ ഉൾപ്പെട്ട ധനമന്ത്രി KM മാണിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാർ കോഴ വിവാദത്തിൽ ഉൾപ്പെട്ട ധനമന്ത്രി KM മാണിയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന വ്യാപകമായുള്ള പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചു. തുടക്കമായി സംസ്ഥാനത്തെ മുഴുവൻ കളക്ടറേറ്റുകളിലേക്കും BJP പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. എരഞ്ഞിപ്പാലത്തു നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസി ചീറാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കളക്ടറേറ്റ് പടിക്കൽ തടഞ്ഞു. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് തഹസിൽദാർ റോഷ്നി നാരായണന്റെ നേതൃത്വത്തിൽ നിരീക്ഷണവും ഏർപ്പാടാക്കിയിരുന്നു. CBIയെ കൂട്ടിലടച്ച തത്തയാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുൻ UPA സർക്കാരിനാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ മാസ്റ്റർ പറഞ്ഞു. കളക്ടറേറ്റ് മുൻപിൽ നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CBIയെ ആധുനിക രീതിയിലുള്ള ഒരു അന്വേഷണ ഏജൻസിയായി മാറ്റാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും എല്ലാ അന്വേഷണങ്ങളും പരാജയപ്പെടുമ്പോൾ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഏജൻസി CBIയെ
കൂട്ടിലടച്ച തത്തയായിട്ട് മാറ്റിയത്. UPA CBIയെ കൂട്ടിലടച്ച തത്തയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യമായ അനുകൂലമായ നിലപാടെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവാണ് പിണറായി വിജയനാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നാലും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു കേന്ദ്ര ഏജൻസി CBIയെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം. അപ്പോൾ മാത്രമേ സത്യം പുറത്തു വരൂ എന്നുള്ളതാണ്. BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് അധ്യക്ഷം വഹിച്ചു. PP ജയചന്ദ്രൻ മാസ്റ്റർ, ചേറ്റൂർ ബാലകൃഷ്ണൻ, MC ശശീന്ദ്രൻ, ജയ സദാനന്ദൻ, PK പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 11-ന് സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കും. 19-ന് സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളുടെ ആസ്ഥാനങ്ങളിലും BJP പ്രവർത്തകർ കൂട്ട് സത്യാഗ്രഹവും സംഘടിപ്പിക്കും. ബാർകോഴ കേസിൽ പ്രതിയായ മന്ത്രി KM മാണിയെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഇരുമുന്നണികളും ഒരേ തൂവൽ പക്ഷികളാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചവർ പറഞ്ഞു. കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ശുഭവാർത്തയ്ക്ക് തുടക്കം. പ്രൂഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേയർ AK പ്രേമജം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പത്രത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ശുഭവാർത്ത പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പത്രപ്രകാശനവും മേയർ AK പ്രേമജം നിർവഹിച്ചു. വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഈ ശുഭവാർത്ത എന്ന പത്രം വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ നിങ്ങൾക്കും വേണ്ടി ഞാൻ പ്രകാശനം ചെയ്തത്. ഈ ശുഭവാർത്തയുടെ പിന്നിൽ പ്രവർത്തിച്ച റിപ്പോർട്ടിംഗ്, എഡിറ്റിംഗ്, ലേഔട്ട്, പ്രൂഫ് റീഡിംഗ് ആൻഡ് എഡിറ്റിംഗ്, ഫൈനൽ ലേഔട്ട്, പ്രിന്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ടീച്ചേഴ്സ് ഇൻ ചാർജ് സജിത കമൽ, ജൂലി സെലീന, ലിംസി ആന്റണി, അഷ്ന A, സുജിത് AK. ഇവർക്ക് നമ്മൾ നന്ദി കൂടി രേഖപ്പെടുത്തണം അല്ലേ? ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ M. രാധാകൃഷ്ണൻ, കൌൺസിലർ മുഹമ്മദ് അലി, വാർഡ് കൌൺസിലർ കമല രഘുനാഥ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ PD, വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ, BK ബൽരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. എടക്കാട് ആശുപത്രിക്കെതിരെയുള്ള സമരം നാടിന് വേണ്ടിയുള്ളതാണെന്നും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കേണ്ടത് വരും തലമുറയോടുള്ള ബാധ്യതയാണെന്നും പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ T. ശോഭീന്ദ്രൻ. എടക്കാട് സമരം 150-ാം ദിവസം പിന്നിട്ടതിന്റെ ഭാഗമായി കോർപ്പറേഷന് മുന്നിൽ എടക്കാട് നിവാസികൾ നടത്തിയ കൂട്ടനിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എടക്കാട് സമരം 150-ാം ദിവസം പിന്നിട്ടത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ എടക്കാട് നിവാസികൾ കൂട്ടനിരാഹാര സമരം നടത്തി. എടക്കാട് സമരസമിതി നേതൃത്വത്തിൽ നടന്ന സമരം പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ T. ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിക്കെതിരെയുള്ള സമരം നാടിനു വേണ്ടിയാണെന്നും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കേണ്ടത് വരും തലമുറയോടുള്ള ബാധ്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് കാലത്തേക്ക് വേണ്ടിയുള്ളതാണ്? ഒരു തണ്ണീർത്തടം അനന്തകാലങ്ങളിലേക്ക് നിലനിൽക്കേണ്ടതാണ്. നാം സുസ്ഥിരമായി എല്ലാം നിൽക്കണമെന്ന് ചിന്തിക്കുന്നു. സുസ്ഥിര വികസനം എന്നുള്ളതാണ് നമ്മുടെ ചിന്തയും നയവും. സമരസമിതി ചെയർമാൻ PT ബാലൻ അധ്യക്ഷത വഹിച്ചു. MC സുരേഷ് കുമാർ, P. വാസു, KP വിജയകുമാർ, ബാലകൃഷ്ണൻ കണ്ണഞ്ചേരി, ലിജുകുമാർ, C. ശ്രീധരൻ മാസ്റ്റർ, P. രമേശ് ബാബു, ജലീൽ തടമ്പാട്ട് താഴം, ശശിധരൻ വേങ്ങേരി, PT ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടൂളി തണ്ണീർത്തട സംരക്ഷണത്തിനായി നഗരത്തിലെ സാമൂഹിക സാംസ്കാരിക സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ VS വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ രക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി നഗരത്തിലെ സാമൂഹിക സാംസ്കാരിക സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കോട്ടൂളി തണ്ണീർത്തട സംരക്ഷണം എന്ന ഉദ്ദേശത്തോടെയാണ് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ കൂട്ടായ്മ നടന്നത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ VS വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമുള്ള ശ്രമമാണ്. അപ്പോൾ അത് സാധാരണ ഇങ്ങനെ ധരിച്ച അല്ലെങ്കിൽ നടുവില്ല കുട്ടികഴിച്ചിട്ട് ഒരു കമ്പനി. അപ്പോൾ ഈ പക്ഷികൾ അത് വന്നിരിക്കും. പിന്നെ സാധാരണ ഇതാണ് സാധാരണ ചെയ്യുന്നത്.
അപ്പോ ഇത് പലർക്കും ഒരു തമാശയായിട്ട് തോന്നുന്നതാണ് അല്ലേ? ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സയന്റിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ജാഫർ പാലോട്ട് മുഖ്യപ്രഭാഷണം നടത്തി. DAD എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ R അൻസാരി, പ്രൊഫസർ T ശോഭീന്ദ്രൻ, തായാട്ട് ബാലൻ, A ശ്രീവത്സൻ, അഡ്വക്കേറ്റ് A വിശ്വനാഥൻ, G പത്മ, N ശൈലേഷ്, MA ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം നൽകുവാൻ സെന്റ് മൈക്കിൾസ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജീവ് ഗാന്ധി അക്ഷയ ഊർജ്ജ ദിന സെമിനാർ സംഘടിപ്പിച്ചു. അനർട്ടിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാർ മേയർ A.K. പ്രേമജം ഉദ്ഘാടനം ചെയ്തു. സെന്റ് മൈക്കിൾസ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനർട്ടിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അക്ഷയ ഊർജ്ജ ദിനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. പരിപാടി മേയർ A.K. പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷാജി ജെയിംസ്, കാർഷിക സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ V.K. സിറാജുദ്ദീൻ തുടങ്ങിയവർ ക്ലാസുകളെടുത്തു. സെമിനാറിന്റെ ഭാഗമായി അനർട്ട് രൂപീകരിച്ച സൗരോർജ്ജ വിളക്കുകൾ, ബയോഗ്യാസ് പ്ലാന്റ്, മെച്ചപ്പെട്ട വിറകടുപ്പുകൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ഊർജ്ജത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചും ഊർജ്ജ സംരക്ഷണത്തിനെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് നൽകുന്നതിനു വേണ്ടിയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി ഊർജ്ജ സംരക്ഷണ പ്രതിജ്ഞയും വിദ്യാർത്ഥികൾ ചൊല്ലി. എന്നാൽ ഇന്നും നാം അക്ഷയ സ്രോതസ്സുകളായ സൗരോർജ്ജം, പവനോർജ്ജം. പ്രശസ്ത ചിത്രകാരൻ പാരീസ് മോഹൻകുമാർ ബ്ലേഡ് മാഫിയയുടെ കുരുക്കിൽപ്പെട്ട് ജപ്തിയുടെ വക്കിൽ നിൽക്കുകയാണെന്ന് ശോഭീന്ദ്രൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 5 ലക്ഷത്തിലേറെ പണം കൈക്കലാക്കിയും തന്റെ അമൂല്യങ്ങളായ ചിത്രങ്ങൾ നശിപ്പിച്ചും ബ്ലേഡ് മാഫിയ നടത്തുന്ന പീഡനങ്ങൾക്കെതിരെ കുബേരയിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ചിത്രകാരൻ. യുനെസ്കോ ആദരിച്ച 40 വിശിഷ്ട ചിത്രകാരന്മാരിൽ ഒരാളാണ് പാരീസ് മോഹൻകുമാർ. ഡൽഹിയിലുള്ള 2 സുഹൃത്തുക്കൾക്ക് താൻ ഒപ്പിട്ട ചെക്ക് നൽകിയതാണ് 1 കോടി രൂപയിലേറെ വിലമതിക്കുന്ന വീടും സ്വത്തുക്കളും ജപ്തി ചെയ്യാനുള്ള കോടതി നടപടികൾ വരെ എത്തി നിൽക്കുന്നത്. കാസർഗോഡ് സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ബ്ലേഡ് മാഫിയക്കാരനാണ് മോഹൻകുമാറിനെ നിരന്തരം പീഡിപ്പിക്കുന്നതെന്ന് പ്രൊഫസർ ശോഭീന്ദ്രൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ജീവിതം ഒരു വിശേഷപ്പെട്ട ജീവിതമാണ്. നമ്മളാരും ജീവിക്കാത്ത ഒരു ജീവിതമാണ്. അങ്ങനെ ഒരു കാറ്റുപോലെ പോകുന്ന മനുഷ്യനാണ്. തന്റെ ചിത്രങ്ങൾ നശിപ്പിക്കുകയും 5 ലക്ഷത്തിലേറെ പണം കൈക്കലാക്കുകയും ചെയ്ത ബ്ലേഡ് മാഫിയയ്ക്കെതിരെ കുബേരയിൽ പരാതിപ്പെടാൻ ഒരുങ്ങുകയാണ് പാരീസ് മോഹൻകുമാർ. 2 ചെക്ക് നൽകിയതിന്റെ പേരിൽ 5 വർഷത്തിലേറെയായി തുടരുന്ന പീഡനം ചിത്രകലയെ പരിപോഷിപ്പിക്കാനായി പാരീസ് വിട്ട് കേരളത്തിലെത്തിയ തനിക്ക് താങ്ങാവുന്നതിലപ്പുറമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓട്ടോറിക്ഷയിൽ മറന്നുവച്ച പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും ഉടമയ്ക്ക് തിരിച്ചു നൽകിയ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ആദരവ്. ചുങ്കം നിവാസിയായ V. അബ്ബാസിനെയാണ് ചുങ്കം സ്റ്റുഡൻസ് അക്കാദമി അനുമോദിച്ചത്. ചുങ്കം സ്റ്റുഡൻസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് മാർഗനിർദ്ദേശ ക്യാമ്പും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. പരിപാടി മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ മുഹമ്മദ് ഹസൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കോഴിക്കോട് സിറ്റിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും ചുങ്കം നിവാസിയും
സഹൃദയവേദി വായനശാലയുടെ സജീവ പ്രവർത്തകനുമായ വി അബ്ബാസിനെ അനുമോദിച്ചു. ഇദ്ദേഹം കോഴിക്കോട് സിറ്റിയിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കെ യാത്രക്കാർ മറന്നുവെച്ച പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും തിരിച്ചു ഉടമയ്ക്ക് നൽകിയ സാഹചര്യത്തിലാണ് വി അബ്ബാസിനെ അനുമോദിച്ചത്. ചടങ്ങിൽ ചുങ്കം സ്റ്റുഡൻസ് അക്കാദമി ഡയറക്ടർ സലീം ഗുരുകുലം അധ്യക്ഷനായിരുന്നു. ഫറൂഖ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ കോയ മാസ്റ്റർ ഉപഹാരം നൽകി. പഞ്ചായത്ത് അംഗം പോക്കുട്ടി, വ്യാപാര വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് OK മൻസൂർ, CAM ബിൽഡിംഗ് മെമ്പർ ഡോക്ടർ മുഹമ്മദ് കുട്ടി, സഹൃദയവേദി വായനശാല വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ, മനോജ്, അബ്ബാസ് വേളിക്കോടൻ, മേഘ്ന, സജ്ന, രേഷ്മ, അരുണിമ, സഹല തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അക്കാഡമിക് ശില്പശാല വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ഉദ്ഘാടനം ചെയ്തു. 2010-11 ശേഷം അധിക തസ്തിക, അവധിയൊഴിവ് എന്നിവയിൽ നിയമനം ലഭിച്ച അധ്യാപകർക്ക് അംഗീകാരവും ശമ്പളവും നൽകുന്ന ഉത്തരവ് ഉടൻ ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. 2010-11 ശേഷം അധിക തസ്തിക, അവധിയൊഴിവ് എന്നിവയിൽ നിയമനം ലഭിച്ച അധ്യാപകർക്ക് അംഗീകാരവും ശമ്പളവും നൽകുന്ന ഉത്തരവ് ഉടൻ ഉണ്ടാവുമെന്നും ഇക്കാര്യത്തിൽ ധനവകുപ്പിന്റെ അംഗീകാരം ലഭിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കോഴിക്കോട് റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച അക്കാദമിക് ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംതൃപ്തമായ വിദ്യാഭ്യാസ മേഖലയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ ഒരു വിദ്യാലയവും അടച്ചുപൂട്ടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്നും ഫോക്കസ് പോലെയുള്ള പദ്ധതികൾ സ്കൂളുകളെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയാണെന്നും അധ്യാപക തസ്തികകൾ കുട്ടികളുടെ എണ്ണമനുസരിച്ച് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PK അസീസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TP അബ്ദുൽ ഗഫൂർ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. BK മൂസ, അബ്ദുല്ല വാവൂർ, K അബ്ദുൽ കരീം, DDE ഗിരീഷ് ചോലയിൽ, DPO ഐസൻ, PTM ഷറഫുന്നീസ, കിളിയമ്മൽ കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല സെമിനാർ ഉദ്ഘാടനം ചെയ്തു. T സലീം ക്ലാസ് എടുത്തു. കല്ലൂർ മുഹമ്മദ് അലി, KMA നാസർ, PV ജാഫർ, CH മൊയ്തു എന്നിവർ സംസാരിച്ചു. സംഘടനാ സെഷൻ KSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി AK സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. TK മുഹമ്മദ് റിയാസ്, AK കൌസർ, V അഷ്റഫ്, അഹമ്മദ് പുതുക്കുടി എന്നിവർ സംസാരിച്ചു. സർവീസ് സെഷനിൽ T വേണുഗോപാൽ ക്ലാസ് എടുത്തു. OK കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. K അബ്ദുൽ ലത്തീഫ്, ഫൈസൽ പടനിലം, VK മുഹമ്മദ് റഷീദ്, PTM ഷറഫുന്നിസ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ മുതിർന്ന പത്രപ്രവർത്തകർക്ക് ആരോഗ്യ പരിരക്ഷാ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. സീനിയർ ജേർണലിസ്റ്റ് ഫോറം വെൽഫെയർ ഫണ്ട് ശേഖരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം വെൽഫെയർ ഫണ്ട് ശേഖരണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. മലബാർ ഗോൾഡ് ചെയർമാൻ MP അഹമ്മദിൽ നിന്ന് ആദ്യ സംഭാവന മന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിലെ മുതിർന്ന പത്രപ്രവർത്തകർക്ക് ആരോഗ്യ പരിരക്ഷാ പദ്ധതി നടപ്പാക്കുന്നതിന് ശ്രമിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് M ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. MK രാഘവൻ MP, അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള, ജോൺ പൂതക്കുഴി, CM കൃഷ്ണപ്പണിക്കർ, P ദാമോദരൻ, KUWJ സംസ്ഥാന പ്രസിഡന്റ് K പ്രേംനാഥ്, CR രാമചന്ദ്രൻ, A മാധവൻ എന്നിവർ സംസാരിച്ചു. ഹരിദാസൻ പാലായിൽ സ്വാഗതവും KP വിജയകുമാർ നന്ദിയും പറഞ്ഞു. വാർത്തകൾ മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കുറ്റിച്ചിറയിലെ CSCO ലൈബ്രറിയിൽ പ്രവാസി പുസ്തക കോർണർ തുടങ്ങി. ഡോക്ടർ MM ബഷീർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾക്ക് പ്രത്യേക വിഭാഗം സജ്ജീകരിച്ചുകൊണ്ടാണ് കോർണർ ആരംഭിച്ചത്. കഴിഞ്ഞ 59 വർഷമായി കുറ്റിച്ചിറയിൽ പ്രവർത്തിക്കുന്ന CSCO ലൈബ്രറിയിൽ പ്രവാസി പുസ്തക കോർണർ തുടങ്ങി. പ്രവാസി സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾക്ക് പ്രത്യേക വിഭാഗം സജ്ജീകരിച്ചുകൊണ്ടാണ് കോർണർ ആരംഭിച്ചത്. പുസ്തക കോർണറിന്റെ ഉദ്ഘാടനം സാഹിത്യകാരനും നിരൂപകനുമായ ഡോക്ടർ MM ബഷീർ നിർവഹിച്ചു. കണക്കിനോടൊക്കെ വലിയ താല്പര്യമുണ്ട്. അപ്പോൾ എന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു, ഇവിടെ എഞ്ചിനീയറിംഗിന് കിട്ടി രക്ഷപ്പെട്ടു. പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടിട്ടൊന്നുമല്ല, എനിക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ശരിയാവില്ല, എനിക്ക് സാഹിത്യം പഠിക്കണം. അങ്ങനെയാണ് എഞ്ചിനീയറിംഗിന് കിട്ടിയിട്ട് ചേരാതെ ഞാൻ BA ചെയ്യുന്നു.
യൂണിവേഴ്സിറ്റി കോളേജ് വളരെ ഗംഭീരമായ ഒരു കോളേജാണ്. ഇപ്പോഴും ONV കുറിപ്പ് പഠിപ്പിക്കാൻ തിരുനെല്ലൂർ കരുണാകരൻ, ആനന്ദപുത്തൻ, പ്രൊഫസർ N. കൃഷ്ണപിള്ള, ഹൃദയകുമാരി ടീച്ചർ, അയ്യപ്പ പണിക്കര്, ഈ കുമാരപിള്ള, ആരൊക്കെ എന്നെ പഠിപ്പിച്ചത്? പരിപാടിയോടനുബന്ധിച്ച് പ്രവാസി സാഹിത്യകാരന്മാർ എഴുതിയ 500ഓളം പുസ്തകങ്ങളുടെ പ്രദർശനവും നടന്നു. CSCO പ്രസിഡന്റ് MP ചേക്കുട്ടിക്കോയ അധ്യക്ഷം വഹിച്ചു. സാഹിത്യകാരൻ PK പാറക്കടവ് മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ കൌൺസിലർമാരായ KP അബ്ദുള്ളക്കോയ, CP മുസാഫിർ അഹമ്മദ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. കൺവീനർ SA ഗുൽസി റിപ്പോർട്ട് അവതരിപ്പിച്ചു. KM വഹീദ്, CV അബ്ദുൽ ഗഫൂർ, വളപ്പിൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. മൊകവൂർ ദേശീയപാതയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതിനെതിരെ മൊകവൂർ ഈസ്റ്റ് കുനിമൽ താഴം ദേശീയപാത മാലിന്യ വിരുദ്ധ സമിതി ധർണ നടത്തി. ദേശീയ ജനസമ്പർക്ക വേദി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ TM രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കക്കൂസിന്റെ മാലിന്യം നമ്മുടെ വഴിയിൽ തള്ളുന്നു. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും. സമരത്തിന്റെ രൂപം മാറും. സമരത്തിന്റെ മൊകവൂർ ദേശീയപാതയിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലോറിയിൽ കൊണ്ടുവന്ന് തള്ളുന്നതിനെതിരെ മൊകവൂർ ഈസ്റ്റ് കുനിമൽ താഴം ദേശീയപാത മാലിന്യ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ദേശീയ ജനസമ്പർക്ക വേദി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ TM രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KT അരവിന്ദാക്ഷൻ അധ്യക്ഷം വഹിച്ചു. പ്രദേശത്ത് രാത്രി സമയത്ത് ലോറിയിലും മറ്റു വാഹനങ്ങളിലുമായി മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായതിനെ തുടർന്ന് നാട്ടുകാർ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. കൌൺസിലർ ലിംന സുരേഷ്, P അനിൽകുമാർ, VT രമേഷ് ബാബു, K സുരേന്ദ്രൻ, K ശോഭന, T ഉണ്ണികൃഷ്ണൻ, K കുമാരൻ, AP തങ്കമണി, V വത്സൻ, P ഉദയൻ എന്നിവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് നടത്തി. സാംസ്കാരിക ജീർണത നാം ആർക്കൊപ്പം എന്നതായിരുന്നു വിഷയം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി ഭാർഗവറാം സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് നടത്തി. സാംസ്കാരിക ജീർണത നാം ആർക്കൊപ്പം എന്നതായിരുന്നു വിഷയം. ഹോട്ടലുകളും ജ്യൂസ് പാർലറുകളും കേന്ദ്രീകരിച്ച് അനാശാസ്യം നടക്കുന്നതായി ഹിന്ദു ഐക്യവേദി സർക്കാരിന് പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി ഭാർഗവറാം പറഞ്ഞു. ആയുധം കൊണ്ടു മാത്രമല്ല സംസ്കാരത്തെ തകർത്തുകൊണ്ടും രാഷ്ട്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാം. ഡൌൺ ടൗൺ സംഭവത്തിന്റെ പേരിൽ രാജ്യം മുഴുവൻ അരങ്ങേറുന്ന ചുംബന സമരം അത്തരത്തിലൊന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക ജീവിതത്തിലേക്ക് ജീർണതകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ചുംബന സമരങ്ങളിലൂടെ അരങ്ങേറുന്നതും യഥാർത്ഥ സാമൂഹിക പ്രശ്നങ്ങളെ അട്ടിമറിച്ച് ലൈംഗിക അരാജകത്വം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സമിതി അംഗം KC വിനയരാജൻ അഭിപ്രായപ്പെട്ടു. ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ചേറ്റൂർ മാധവൻ അധ്യക്ഷത വഹിച്ചു. KT വിപിൻ, P നിർമ്മല, TJ ഡിക്സൺ, CK സീനത്ത്, K ഷൈനു, ശശി കമ്മട്ടേരി എന്നിവർ പ്രസംഗിച്ചു. ബേപ്പൂർ അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഉദ്ഘാടനം മന്ത്രി MK മുനീർ നിർവഹിച്ചു. MLA എളമരം കരീം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ബേപ്പൂർ അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. MLA എളമരം കരീം അധ്യക്ഷനായിരുന്നു. ഡയറക്ടർ P രാമകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആദ്യ വായ്പാ വിതരണം KSIE ചെയർമാൻ MC മായിൻ ഹാജി നിർവഹിച്ചു. വാഹന വായ്പാ വിതരണം കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ നിർവഹിച്ചു. കോർപ്പറേഷൻ നഗരാസൂത്രണ ചെയർപേഴ്സൺ T രജനി, കൌൺസിലർ T ഹസൻ, KP രാജഗോപാൽ, K റീന, K ഷീജ, ബേപ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് U പോക്കർ, ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK അബ്ദുൽ ഗഫൂർ, K രാജീവൻ, KK ആലിക്കുട്ടി, MI മുഹമ്മദ് ഹാജി, M മുഹമ്മദ് കോയ, കരിച്ചാലി പ്രേമൻ, P ജാബിർ, M വാസു, PV താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ തിയേറ്റർ ക്ലബ്ബ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നാടക ശില്പശാല സംഘടിപ്പിച്ചു. GLP സ്കൂൾ ബേപ്പൂരിൽ നടന്ന ശില്പശാലയിൽ തെരഞ്ഞെടുത്ത 30 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്.
പാഠപുസ്തക ചർച്ചകളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുകയും അതുവഴി തന്റെ ജീവിത പരിസരത്തെ വിശകലനം ചെയ്യുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവുമായി ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി തിയേറ്റർ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി നാടക ശില്പശാല സംഘടിപ്പിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 30 വിദ്യാർത്ഥികളാണ് ബേപ്പൂർ GLP സ്കൂളിൽ വെച്ച് നടന്ന ശില്പശാലയിൽ പങ്കെടുത്തത്. നാടക പ്രവർത്തകരായ നാരായണൻ കൊടുവള്ളി, ജയചന്ദ്രൻ കോഴിക്കോട്, സാജു മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ ബേപ്പൂർ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ. പട്ടികജാതി വർഗ ഐക്യവേദിയുടെ 32ാം സംസ്ഥാന സമ്മേളനവും മഹിളാശ്രീ സ്വയം സഹായ സംഘത്തിന്റെ ഉദ്ഘാടനവും നവംബർ 22-ന് കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ വെച്ച് നടക്കും. ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹിളാശ്രീയുടെ ഉദ്ഘാടനം പട്ടികജാതി പിന്നാക്ക വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കുമെന്നും സംസ്ഥാന ചെയർമാൻ ഐത്തിയൂർ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ സംപ്രേഷണം ചെയ്ത കർഷക കുടുംബത്തിന് CPM ഊരുവിലക്ക് എന്ന് കാണിച്ചുകൊണ്ടുള്ള വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് CPIM കായക്കൊടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MK ശശി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തയെ തുടർന്ന് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യനയം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ദുർബലമാക്കുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. സുധീരന്റെ ജനപക്ഷയാത്ര കോഴിക്കോട്ട് പര്യടനം ആരംഭിച്ചു. CBIയെ കൂട്ടിലടച്ച തത്തയാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുൻ UPA സർക്കാരിനാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ. ബാർ കോഴ വിവാദത്തിൽ BJP പ്രക്ഷോഭം ശക്തമാക്കുന്നു. മാധ്യമലോകത്തേക്ക് കുഞ്ഞു മാധ്യമ പ്രവർത്തകർ. കോർപ്പറേഷൻ വാർത്തകളുമായി ശുഭവാർത്തയുടെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.